ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാപഞ്ചികമായിട്ടുള്ള തെളിവുകൾ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഇനിയും നമ്മൾ സയൻസിൻ്റെ ആയിട്ടുള്ള തെളിവുകളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ 6 സംഭവങ്ങൾ പ്രധാനമായും നടന്നിട്ടുണ്ട്. ചരിത്രവും സയൻസും അത് തെളിയിച്ചു. ഇനിയും 7ാമത്തെ സംഭവം എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ നിന്ന് നമ്മൾ രൂപാന്തരപ്പെട്ടു പോകും എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാൻ പറ്റുന്ന, നമുക്കിപ്പം ഉള്ള ചരിത്രം 6000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അതിനു മുമ്പ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതും ഒക്കെയുള്ള റിട്ടണായിട്ടുള്ള റെക്കോർഡുകളൊന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പല പഴയ കാര്യങ്ങൾ റോക്ക് ഏജസും ഒക്കെ പറഞ്ഞിട്ട് പല ഏജസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിലും എന്നാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 6000 വർഷത്തിൻ്റെ ഹിസ്റ്ററിയാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ജലപ്രളയം അയച്ചു. ലോകത്തിലെ മുഴുവൻ ജനങ്ങളും മരിച്ചു. ഒരു കുടുംബം മാത്രം രക്ഷ പ്രാപിച്ചു. നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ഹിസ്റ്ററിയിലുള്ളതാണ്. പാപത്തിൽ കുതിർന്ന 2 പട്ടണങ്ങൾ, സോദോമും ഗോമോറയും, അത് നശിച്ചു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനസിസ് 19, ഉൽപ്പത്തി പുസ്തകം 19. ആർക്കും അത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യം അല്ല. അതെപ്പോഴും നമ്മുടെ മുമ്പിൽ, ചാവുകടൽ അതിന് മുമ്പിൽ, നമ്മുടെ മുമ്പിൽ കാണാം. ദൈവത്തിൻ്റെ കോപം ആകാശത്തിൽ നിന്ന് വെളിപ്പെട്ടു. ചാവുകടലിൻ്റെ മേളിൽ കൂടെ പക്ഷികൾ പോലും പറക്കത്തില്ല, ഒരു ജീവജാലങ്ങൾ പോലുമില്ല. അത് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന കാര്യമാണ് 20 ലക്ഷം ആളുകൾ 1 കിലോമീറ്റർ വിഡ്ത്തുണ്ടായിരുന്ന ചെങ്കടൽ ഉണങ്ങിയ നിലമായി അക്കരെ കടന്നത് നമുക്കറിയാം. കിഴക്കൻ കാറ്റടിച്ചു. ഈ കടലിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഈ പറയുന്ന പോലെ പെട്ടെന്ന് വെള്ളം മാറിക്കഴിഞ്ഞാൽ മനുഷ്യന് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമല്ല. അവിടെ എല്ലാം ചതിപ്പാണ്. ആ ചതിപ്പുകൾ, കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് ആ ചതിപ്പ് ഉണങ്ങി. അത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുത പ്രവൃത്തിയായിരുന്നു. ഇന്ന് കർത്താവിനെ അനുസരിക്കുന്നവർ, അതുപോലെ അതിനകത്തൊക്കെ വലിയ മീനിങ് ഉണ്ട്. ഇന്ന് കർത്താവിനെ അനുസരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ചതിപ്പിൻ്റെ അനുഭവങ്ങളുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപയുടെ കാറ്റ് നടിപ്പിച്ച് അവരെ വിടുവിക്കും. അവർക്ക് നടന്നു പോകാനായിട്ട് പറ്റി. ഇസ്രായേൽ മക്കൾക്ക് നടന്നു പോകാനായിട്ട് പറ്റി. 20 ലക്ഷം ആളുകൾ അക്കരെ കടന്നു. അതിന് പുറകെ വന്ന ഫറവോനും സൈന്യവും എല്ലാം ആ ചെങ്കടലിലായി. അടുത്ത കാലങ്ങളിലായിട്ട് ആ അവശിഷ്ടങ്ങൾ അവർക്ക് കടലിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ രഥത്തിൻ്റെ അതുപോലെ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഇരുമ്പ് സാധനങ്ങളും ഒക്കെ ആ ചെങ്കടലിൽ നിന്ന് അവർക്ക് കണ്ടെടുക്കാനായിട്ട് സാധ്യമായി തീർന്നതിൻ്റെ തെളിവാണ് അങ്ങനൊരു കാര്യം സംഭവിച്ചു എന്നുള്ളത്. 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, കമ്പ്യൂട്ടർ വെച്ച് ലോകത്തിൻ്റെ ടൈമിങ് പുറകോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ഏകദേശം ഒരു ദിവസം ഇല്ല, ഒരു രാത്രി 24 മണിക്കൂറില്ല. അതെവിടെ പോയി എന്ന് അന്വേഷിച്ച് പിടിച്ചപ്പോൾ ആകെ കിട്ടിയൊരു തെളിവ് ബൈബിളിലുള്ളൊരു തെളിവാണ്. യോശുവ 10 പറഞ്ഞു, സൂര്യ നീ അവിടെ നിൽക്ക്, ചന്ദ്ര നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ ഒരു പകലിലെ സൂര്യൻ അസ്തമിച്ചില്ല. സൂര്യൻ അവിടെ നിന്നു. അത് ചെറിയൊരു വ്യത്യാസം അതിൽ കാണുന്നു. 24 മണിക്കൂർ വന്നില്ല. അതിൽ പറയുന്ന ഇങ്ങനെയാണ്, അവസാനം അത് വേറൊരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് 21 മണിക്കൂർ 20 മിനിറ്റ് സമയം വർക്കൗട്ട് ചെയ്തതിനകത്ത് യോശുവയുടെ സമയത്തുള്ള ടൈം മാത്രമല്ല, 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൽ ഹിസ്കിയാവ് യെശയ്യാവുമായിട്ടുള്ള സംഭാഷണം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 2 രാജാക്കന്മാർ 20-ന്റെ 8 മുതൽ 11 വരെ. യഹോവ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ 3-ാം ദിവസം യഹോവയുടെ ആലയത്തിൽ ചെല്ലുന്നതിന് അടയാളം എന്തെന്ന് ചോദിച്ചേനെ.
അതിന് യെശയ്യാവ് യഹോവ അരുളിച്ചെയ്ത് നിവർത്തിക്കുമെന്ന് യഹോവെങ്കിൽ നിനക്ക് അടയാളമാകും. നിഴൽ 10 പടി മുന്നോട്ട് പോകണോ 10 പടി പിന്നോട്ട് പോകണോ എന്ന് ചോദിച്ചു. അതിന് ഹിസ്കിയാവ് നിഴൽ 10 പടി ഇറങ്ങിപ്പോകുന്ന എളുപ്പം, അങ്ങനെയല്ല, നിഴൽ 10 പടി പിന്നോട്ട് തിരിയട്ടെ എന്ന് പറഞ്ഞു. ഈ 10 ഡിഗ്രി ഈ ഷാഡോ ടേൺ ബാക്ക് എന്ന് പറയുന്നത് 40 മിനിറ്റാണ്. അന്നേരം ആ 40 മിനിറ്റ് അവിടെ കറക്റ്റായിട്ട് വന്നു. ഒരു ദിവസം 23 മണിക്കൂർ 20 മിനിറ്റ് നേരത്തെ വന്നു. ഹിസ്കിയാവ് 2 രാജാക്കന്മാർ 20-നകത്ത് 40 മിനിറ്റും കൂടെ വന്നപ്പോഴത്തേക്ക് ഒരു ദിവസം മാറിക്കിട്ടി. ഇതൊരു സത്യമാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമൊക്കെ എത്ര കറക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിന് തെളിവാണതെല്ലാം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം സൂര്യൻ മൂവ് ചെയ്യാതെ നിന്നു യുദ്ധത്തിൽ ജയിക്കാനായിട്ട്. ആ ബാക്കിയുള്ള സമയം ഇവിടെ 40 മിനിറ്റ് ഹിസ്കിയാവ് പറഞ്ഞിട്ട് സൂര്യനെ അവിടെ നിർത്തി, പിന്നോക്കം തിരിഞ്ഞു. അങ്ങനെയാണത് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. 4 കാര്യങ്ങളായി ആ സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ ഈ സയൻസ് പ്രൂവ് ചെയ്ത്. 5-ാമത്തെ സംഭവം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചരിത്രത്തെ 2ആയിട്ട് വിഭജിച്ചു. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു. BC AD 2ആയിട്ട് ചരിത്രത്തെ വരെ 2ആയിട്ട് വിഭജിച്ചു. ഹിസ്റ്ററി എന്ന് പറയുന്നത് അവൻ്റെ ജീവചരിത്രമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ലോകത്തിലെ. 6-ാമത്തെ സംഭവം, അത്യന്ത ശക്തി സഭയുടെ മേൽ വന്നു, അവിടെ കൂടിയിരിക്കുന്ന ആളുടെ മേൽ വന്നു. അത് സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രഭാവം. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞത് യോവേൽ പ്രവചനത്തിൽ പറഞ്ഞ കാര്യം. അപ്പോസ്തല പ്രവൃത്തി 2-ലെ ശിഷ്യന്മാരും ഒരു കൂട്ടം ആളുകൾ മാളിക മുറിയിൽ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ കൂടിയിരുന്നപ്പോഴേ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു ആവസിച്ചതായിട്ട് കാണുന്നു. ആ അത്യന്ത ശക്തി അത് മനുഷ്യർക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. ഇന്നും ആ ശക്തിയുണ്ട്. ആ ശക്തി കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ മേലെ ആ ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ ആലയമായി നമ്മൾ തീർന്നിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ശക്തിയിലാണ്. അത് ഈ 6 ചരിത്ര സംഭവങ്ങൾ, അതിനുള്ള തെളിവുകൾ ചരിത്രവും സയൻസും എല്ലാം പ്രൂവ് ചെയ്ത് പറയുന്നതാണ്. വീണ്ടും നമുക്ക് കുറേ എണ്ണം നമ്പർ ചെയ്ത് വേണമെങ്കിൽ പറയാൻ പറ്റും. ചരിത്രത്തിലുള്ള കാര്യങ്ങളുമൊക്കെ പറയാൻ പറ്റും. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത് 6 എണ്ണം. ഇനി 7-ാമതൊരെണ്ണം ഉണ്ട്, അത് വരാൻ പോവുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ തട്ടിപ്പറിക്കൽ അല്ലെങ്കിൽ ഉൽപ്രാവണം എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡാണ്. റാപ്ചർ എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 1:3 പറയുന്നത്, നമ്മൾ അവനെ പോലെയാകും, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. ആരുടെ മേൽ പരിശുദ്ധാത്മാവുണ്ടോ അവർ കർത്താവിൻ്റെ കാഹളം നാദം കേൾക്കും. കാഹളനാദം കേൾക്കുന്നത് നമ്മളല്ല കേൾക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ് കേൾക്കുന്നത്. കാരണം നേരത്തെ ഒരിക്കൽ പറഞ്ഞാണ്, വെള്ളത്തിനടിയിലുള്ളവർ കാണും, കപ്പലിൽ ജോലി ചെയ്യുന്നവർ കാണും, സബ്മറൈനിൽ ജോലി ചെയ്യുന്നവർ കാണും, സൗണ്ട് പ്രൂഫായിട്ടുള്ള ബിൽഡിങ്ങിൽ ഇരിക്കുന്നവർ കാണും, അല്ല തിരക്കിൻ്റെ ഇടയിൽ ഇരിക്കുന്നവർ കാണും. നമ്മളൊക്കെ ഇത്തിരി വർക്ക് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഒരിക്കലും സൗണ്ട് കേൾക്കാൻ വയ്യാത്ത സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുന്നവർ നമ്മുടെ ചെവി കൂടെ അല്ല കാഹളനാദം കേൾക്കുന്നത്. കാഹളനാദം കേൾക്കുന്നത് പരിശുദ്ധാത്മാവാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, സെൻസിറ്റീവ്നെസ് ഓഫ് സ്പിരിറ്റ് ആവശ്യമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാനായിട്ട് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ, കാത്തിരിക്കുന്നവർ രൂപാന്തരപ്പെടും. അതാണ് 7-ാമത്തെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം ഇനി നടക്കാനുള്ളത്. അതിനുശേഷമാണ് ഈ ലോകത്തിലെ സാത്താന്യ ഭരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ സയൻസും ചരിത്രവും എല്ലാം പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിലുപരിയായിട്ട് ഇതുവരെയും നടന്നിരിക്കുന്ന പല കാര്യങ്ങൾ സയൻസിൽ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അത് നമുക്കിനി ചിന്തിക്കാം. ഈ ലോകം ഒരുവൻ ഭരിക്കും, എങ്ങനെ അവൻ്റെ കയ്യിൽ ഈ ലോകത്തെ കിട്ടും? ദാനിയേൽ 8:23 ഒരു രാജാവ് എഴുന്നേൽക്കും. 2600 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവചനമാണ്. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അത്, സാത്താന്യ ഭരണം. അത് കാണാനായിട്ട് നമ്മളിവിടെ കാണത്തില്ല, ഈ ലോകത്തിൽ കാണത്തില്ല. കാരണം ദൈവത്തിൻ്റെ കൃപയിലുള്ളവരെല്ലാം എടുക്കപ്പെടും. നോഹയുടെ കാലം പോലെ
ആ രക്ഷയുടെ പെട്ടകത്തിൽ കയറുന്നവരെല്ലാം കർത്താവിനോടൊപ്പം കാണും. എന്നാൽ ആ രക്ഷയുടെ പെട്ടകത്തിൽ കാണാത്തവർക്കെല്ലാം ആ വലിയ ദുരന്തം ഉണ്ടാവും. ഇതിനു മുമ്പ് പല പ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലെ ഹനോക്കിനെ എടുക്കപ്പെട്ടതറിയാം. കർത്താവായ യേശു മർരൂമലയിൽ വന്നു. അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. അവൻ്റെ ശരീരം രൂപാന്തരപ്പെട്ട ശരീരം കണ്ടു. ഏലിയാവ് രൂപാന്തരപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏലിയാവിനെ ചുഴലിക്കാറ്റിൽ വന്ന് കയറിപ്പോയതായിട്ട് കാണുന്നു. 2 രാജാക്കന്മാർ 2:11 കാണുന്നു. യേശു തേജസ്സിൽ വരുന്നു. അതിനുള്ള സന്നാഹമുണ്ട്. തച്ചൻ്റെ മകനായിട്ടല്ല യേശു വരുന്നത്. യേശു മഹത്വപൂർണനായിട്ടുള്ള രാജാവായിട്ടാണ് വരുന്നത്. അഗ്നി ഉണ്ടാകും, കാറ്റുണ്ടാവും, ചുഴലിക്കാറ്റുണ്ടാവും. ദൈവത്തിൻ്റെ വാഹനം എന്ന് പറയുന്നത് കാറ്റാണ്, മേഘമാണ്. അതിൽ ഫുൾ കാറ്റാണുള്ളത്. പോൾ പറയുന്നു നമ്മൾ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നുള്ളത്. ഇയ്യോബ് പറയുന്നു ദൈവം ഇയ്യോബിനോട് സംസാരിക്കാനായിട്ട് ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരുന്നു എന്ന്. ഈ നാളുകളിൽ ചുഴലിക്കാറ്റൊക്കെ കൂടിക്കൂടി വരുന്ന സാഹചര്യങ്ങളാണ്. മേഘങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ പല കൺട്രികളിലോട്ട്, നേരത്തെ സംസാരിച്ചാണ്, പല കൺട്രികളിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മിന്നൽ എല്ലാ കൺട്രികളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം തന്നെ ദൈവത്തിൻ്റെ വരവ് ആസന്നമായി എന്ന് കാണിക്കാനായിട്ടാണ്. ഇന്ന് നമ്മുടെ സമയം ഇവിടെ തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇനിയും ഇതിനെ കഴിഞ്ഞ് തുടർന്ന് ശാസ്ത്രപരമായിട്ടുള്ള തെളിവുകൾ നമുക്ക് നിരത്താനായിട്ടുണ്ട്. അടുത്ത 1-2 എപ്പിസോഡിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മൾ ഈ ശാസ്ത്രപരമായിട്ടുള്ള കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നമ്മൾ നിർത്തും. തീർച്ചയായും നിങ്ങൾക്ക് ഇന്നത്തെ സംസാരം, വചന ശുശ്രൂഷ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഡെയിലി ഇത് ഉണ്ടല്ലോ, എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. നിങ്ങളുടെ അതുപോലെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ ദിവസത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് നിൻ്റെ വചനത്തിൽ ഇരുന്ന് സംസാരിപ്പാനായിട്ട് കർത്താവേ കൃപയൊരുക്കി ഓർത്ത് സ്തോത്രം. അത് കേൾക്കുവാനായിട്ടുള്ള കൃപ തന്ന ഓർത്ത് സ്തോത്രം. കർത്താവേ, 6000 വർഷത്തെ ചരിത്രത്തിൽ നീ ആ ചരിത്രത്തിൽ കൂടി പ്രവർത്തിച്ച ഏതൊക്കെ വിധമാണ് എന്ന് ഞങ്ങൾ ചിന്തിച്ചല്ലോ. ദൈവത്തിൽ ആശ്രയിച്ചവരെല്ലാം രക്ഷ പ്രാപിച്ചതായിട്ട് കാണുന്നു. കർത്താവേ, ലോത്തിനെ രക്ഷപ്പെടുത്തിയ ദൈവം, നോഹയെ രക്ഷപ്പെടുത്തിയ ദൈവം, 20 ലക്ഷം ആളുകൾ മരുഭൂമിയിൽ കൂടി നടന്നു പോയപ്പോഴേ അവരെ രക്ഷപ്പെടുത്തിയ ദൈവം, അതുപോലെ കർത്താവിൽ കൂടി ലോകത്തെ മുഴുവനായിട്ട് വീണ്ടെടുത്ത ദൈവം, ഈ അത്യന്ത ശക്തി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരികയും ഈ ദിവസങ്ങളിലെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ സീൽ ചെയ്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനാൽ ഞങ്ങളതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ വലിയ അത്യന്ത ശക്തി ഞങ്ങൾക്ക് ഈ മൺപാത്രങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഈ മൺപാത്രങ്ങളിൽ ആ ശക്തിയുമായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല. കർത്താവെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രസാദത്തോടിരുന്ന് നിൻ്റെ വരവിനെ എതിരേൽപ്പാനായിട്ട് ഞങ്ങളെ നീ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൽക്കുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്നതിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്തുകൊണ്ട് വിശുദ്ധിയിൽ ഞങ്ങൾ പ്രയാണം ചെയ്യുവാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഈ തരുണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിൽ പ്രയാസങ്ങളിലിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ തരുണത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ചില പ്രയാസങ്ങൾ ലവ് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവെ തടസ്സപ്പെട്ടിരിക്കുന്ന, കർത്താവെ ജീവിതം മാനസികമായിട്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന ജീവിതം, കർത്താവെ അവർക്ക് വലിയ വിടുതൽ കൊടുക്കണമേ. കർത്താവെ, ഒരുപാട് ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാൽ ആ രാത്രിയിൽ ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. ആത്മഹത്യയ്ക്കുള്ള പ്രവണതകളൊക്കെ കൂടിയിരിക്കുന്ന സാഹചര്യങ്ങൾ മുമ്പിലുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എല്ലാ പൈശാചികശക്തികളെയും നീ മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയ റിലീസ് ഈ ദിവസങ്ങളിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഖമായിട്ട് വിശ്രമിപ്പാനായിട്ട്, ദൈവവചനം വായിപ്പാനായിട്ടും കർത്താവെ അതിനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ടുള്ള കൃപകൾ ഈ ദിവസങ്ങളിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായിട്ടുള്ള എല്ലാ വിഭ്രാന്തിയിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവെ ചില വ്യക്തികളെ കാണിച്ചു തരുന്നു. കർത്താവെ, പറയുന്ന ഒന്നും സ്റ്റേബിൾ അല്ലല്ലോ. കർത്താവെ, നിൻ്റെ വലിയ വിടുതൽ അവരുടെ ജീവിതങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നീ കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കുന്നു സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ ശക്തിയാൽ അവർ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അഴിച്ചു കർത്താവെ നീ സൗഖ്യമാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥനയായിട്ട് ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കും. തുടർന്നും ഇത് കാണണം.
അതുപോലെ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.